ഞാൻ ഈ പോസ്റ്റ് ഇടുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് മെസ്സഞ്ചറിലെ കുറച്ച് ഫ്രണ്ട്സ് ഒന്ന് ചോദിക്കും, വീട് പണി എന്തായി, അവര് സഹായിക്കാന്ന് പറഞ്ഞില്ലേ? അത് ആരാന്ന് ഞാൻ പിന്നെ പറയാം. സഹായിക്കാന്ന് പറഞ്ഞാൽ അവര് വീട് വെച്ച് തരാന്ന് പറഞ്ഞതല്ലേ. ഈ പിന്നത്തേന് വെക്കേണ്ട ഒരു പറഞ്ഞോ, ഇതിന് ഈ പിന്നത്തേനൊക്കെ വെക്കുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സത്യം പറഞ്ഞാൽ നമ്മള് ചേട്ടൻ മരിക്കുന്നവരും നമ്മൾ അന്നം തന്നു കഴിച്ചോണ്ട്, ചേട്ടൻ നല്ല പണിയെടുത്ത് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്ത കമ്പനിയാണ് രജപുത്ര. ഓക്കെ. അപ്പൊ അവര് തന്ന ശമ്പളം കൊണ്ടാണ് നമ്മളെല്ലാം ജീവിച്ചത് കഴിച്ചതും. ചേട്ടൻ മരിച്ചതിന് ശേഷം അവര് സാന്ത്വനത്തിന്റെ ലാസ്റ്റ് ഡേ പറഞ്ഞു, രഞ്ജിത്തേട്ടൻ തന്നെ പറഞ്ഞു, എനിക്ക് അന്ന് തന്നെ കോള് വന്നു, ആദ്യത്തെ വീട് പൂർത്തിയാക്കി കൊടുക്കണം, ആദ്യത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് പൂർത്തിയാക്കി കൊടുക്കണം, അതാണ് അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇത് കേട്ടപ്പോൾ 2-3 പേര് അവിടെ നിന്ന് പറഞ്ഞു ലൊക്കേഷനിൽ നിന്ന്. പിന്നെ ചിപ്പി ചേച്ചി എന്ന് പറയുമ്പോ എന്താ, ചിപ്പി ചേച്ചി എടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു, രോണു അങ്ങനൊന്നും സംഭവം ഇല്ല രോണു, നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ചിപ്പി ചേച്ചി ഹെൽപ്പ് ചെയ്തിട്ടില്ല എന്നല്ല, പക്ഷെ രോണു ഇത് പറയുമ്പോഴും കള്ളമാണ് രോണു. കാരണം ചിപ്പി ചേച്ചി സഹായിച്ചിട്ടില്ലേ? അതാണ്, ചിപ്പി ചേച്ചി സഹായിച്ചിട്ടില്ല എന്നല്ല. ചേട്ടൻ മരിച്ചതിന് ശേഷം ഞാൻ പിള്ളേർ ഫീസ് അടയ്ക്കാൻ കുറച്ച് ഒന്ന് വന്നപ്പോൾ ഞാൻ മറ്റേ പ്രൊഡക്ഷൻ കൺട്രോളർ സജി പെരിങ്ങമല ചേട്ടനെ ഒന്ന് കോണ്ടാക്ട് ചെയ്തു. അത് എൻ്റെ ഹസ്ബൻഡിന്റെ ഒരു സഹോദരനെ പോലെയും നല്ലൊരു കൂട്ടുകാരനുമായിരുന്നു, എല്ലാം ഓപ്പൺ ആയിട്ട് പറയുന്നതായിരുന്നു. അപ്പം എനിക്ക് പുള്ളി നല്ല സപ്പോർട്ടായിരുന്നു. രോണു ഇങ്ങനെ ഞങ്ങള് എന്തിനാ പറയാം, വീടിന്റെ കാര്യം സംസാരിച്ച് നോക്കാന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞ സജിയേട്ടാ എനിക്കിപ്പം അത്യാവശ്യം എനിക്ക് ഫീസ് കൊടുക്കണം, എനിക്ക് എന്തെങ്കിലും ഒരു വഴി ഒപ്പിച്ചതാ. അപ്പൊ പറഞ്ഞ ചിപ്പി ചേച്ചിയോട് പറയട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഞാൻ ഇപ്പം വിളിക്കാറില്ലല്ലോ ചേച്ചി, അങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കണ്ട. ഇല്ല കുഴപ്പമില്ല രോണു, ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞു. സജി പെരിങ്ങമല പോയി ചോദിച്ചു. അങ്ങനെ ചിപ്പി ചേച്ചി എന്നെ കോണ്ടാക്ട് ചെയ്തു. കഴിഞ്ഞ വർഷം ഒരു രണ്ട് ടേം ഫീസ് തന്നു, കുട്ടികളെ സഹായിക്കുവാനുള്ള പഠിപ്പിക്കുവാനുള്ള. അതെ, ഫീസ് തന്നു. അപ്പൊ സഹായിക്കപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞു, പിള്ളേരെ പഠിത്തത്തിന്റെ കാര്യത്തിൽ ഒന്നും വിഷമിക്കണ്ട, അത് ഞാൻ ചെയ്തു തരാന്ന് പറഞ്ഞു. ഈ പ്രാവശ്യവും ഞാൻ ചോദിച്ചു, ബട്ട് റിപ്ലൈ ഒന്നുമില്ല.